എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്ന 2025 ജൂൺ 27 നടത്തിയ ഫസ്റ്റ് ഷിഫ്റ്റിലെ നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസാണ്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലെയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെയും ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ നമുക്കൊരു ഡേറ്റ തന്നിട്ടുണ്ട്. ആ ഡേറ്റേനെ ബേസ് ചെയ്തുകൊണ്ട് 5 ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഡേറ്റ നോക്കാം. ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ മാർക്സ് സ്കോർഡ് ബൈ 6 സ്റ്റുഡൻസ് A to F in 6 different subjects S1 to X6 having 160, 160, 120, 120, 200 and 240 as maximum marks respectively. Based on the data in the table, answer the questions that follow. അതായത് 6 സ്റ്റുഡൻസ് ABCDEF എന്ന് പറഞ്ഞ 6 സ്റ്റുഡൻസ് 6 സബ്ജക്റ്റിൽ S1, S2, S3, S4, S5, 6 എന്നിങ്ങനെ 6 സബ്ജക്റ്റിൽ സ്കോർ ചെയ്ത മാർക്കാണ് ഈ ഡേറ്റയിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം സ്കോർ എന്ന് പറഞ്ഞാൽ S1 160, S2 160, S3 120, S4 120, S5 200, S6 240 ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഡേറ്റയിൽ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത്. So students A S1 76, S2 84, S3 66, S4 56, X5 154, S6 144. ഇനി ബിക്ക് S1 120, S2 100, S3 84, S4 76, S5 136, S6 132. ഇനി നെക്സ്റ്റ് സ്റ്റുഡൻറ്റ് സി ആണ്. S1 128, S2 72, S3 64, S5 70, S5 144, S6 160. D S1 84, S2 130, S3 96, S4 84, S5 104, S6 168. E S1 64, S2 128, S3 90, S4 92, S5 174, S6 70. F S1 70, S2 96, S3 60, S4 56, S5 164, S6 96. ഇത്രയാണ് നമുക്ക് ഡേറ്റയിൽ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഓവറോൾ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് സ്കോർഡ് ബൈ സ്റ്റുഡൻസ് A ഇൻ ഓൾ ദ സബ്ജക്റ്റ് ടുഗദർ? അതായത് A എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിന് എല്ലാ സബ്ജക്റ്റിനും കൂടെ ടോട്ടൽ എടുത്ത് കഴിയുമ്പോൾ ഉള്ള പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 55%, 56%, 57%, 58%. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് A എന്ന് പറയുന്ന കുട്ടിക്ക് എല്ലാ സബ്ജക്റ്റോടെ കൂട്ടി കഴിയുമ്പോൾ കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? കിട്ടിയിരിക്കുന്ന മാർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ ടോട്ടൽ മാക്സിമം മാർക്ക് എത്രയാണെന്ന് നോക്കാം. 6 സബ്ജക്റ്റിനും കൂടെ കൂട്ടിയുള്ളത്. അപ്പോൾ 160 + 160 + 120 + 120 + 200 + 240 = 1000. അതായത് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 1000 ആണ്. ഇനി A എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് സ്കോർ ചെയ്ത മാർക്കിൻ്റെ ടോട്ടൽ കാണാം. 76 + 84 + 66 + 56 + 154 + 144 = 580. അതായത് 580 ആണ്. അതായത് A എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിന് കിട്ടിയിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 580 ആണ്. ഇനി പെർസെൻറ്റേജ് കാണാൻ എന്താ ചെയ്യേണ്ടത്? 580 ഡിവൈഡ് ബൈ 1000 × 100. 0 വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ 58 എന്ന് കിട്ടും. അതായത് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. 58% ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആവറേജ് മാർക്ക് സ്കോർഡ് ഇൻ ദ സബ്ജക്റ്റ് S5 ബൈ ഓൾ ദ സ്റ്റുഡൻസ് ടുഗദർ? അതായത് എല്ലാ സ്റ്റുഡൻസിൻ്റെയും കൂടെ കൂട്ടിയുള്ള S5 എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ മാർക്കിൻ്റെ ആവറേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 142, 144, 146, 148. അതായത് S5ന് ടോട്ടൽ കിട്ടിയിരിക്കുന്ന മാർക്ക് ഡിവൈഡഡ് ബൈ 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് കിട്ടും. അതായത് S5 സബ്ജക്റ്റിൻ്റെ ആവറേജ് ആണ് കാണേണ്ടത്. സോ ടോട്ടൽ മാർക്ക് സ്കോർഡ് ഇൻ S5 = 154 + 136 + 144 + 104 + 174 + 164 = 876 എന്ന് കിട്ടും. 876 എന്ന് കിട്ടും. ഇനി ആവറേജ് കാണാനായിട്ട് 876 ഡിവൈഡ് ബൈ 6 = 146 എന്ന് കിട്ടും. അതായത് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ടോട്ടൽ മാർക്ക് സ്കോർഡ് ബൈ സ്റ്റുഡൻറ്റ് B ടു ദ ടോട്ടൽ മാർക്ക് സ്കോർഡ് ബൈ സ്റ്റുഡൻറ്റ് D? അതായത് ബിയുടെ ടോട്ടൽ മാർക്ക് ഈസ് ടു ഡിയുടെ ടോട്ടൽ മാർക്ക് ഈസ് ടു, അതായത് റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
20:27, 36:37, 60:70, 46:47. നമുക്കിവിടെ ആദ്യം ബിയുടെ ടോട്ടൽ സ്കോർ എത്രയാണെന്നാണ് അറിയേണ്ടത്. അതായത് 120 + 160 + 84 + 76 + 36 + 32 = 648 എന്ന് കിട്ടും. ഇനി ഡിയുടെ ടോട്ടൽ സ്കോർ ആണ് കാണേണ്ടത്. 84 + 130 + 96 + 84 + 104 + 168 = 666 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. റേഷ്യോ B/D = 648:666. അതിനെ വെട്ടിക്കുറച്ച് കഴിയുമ്പോൾ 74:72, പിന്നെ വെട്ടിക്കുറച്ച് കഴിയുമ്പോൾ 36:37 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. Next question, if for getting first division a student needs to score minimum 60% mark in aggregate, then the number of students getting first division is. അതായത് ഫസ്റ്റ് ഡിവിഷൻ കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 60% മാർക്കെങ്കിലും വേണം. അപ്പം 60% മാർക്കെങ്കിലും കിട്ടി ഫസ്റ്റ് ഡിവിഷൻ കിട്ടിയ കുട്ടികളുടെ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5, 3, 2, 4 എന്നിവയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോ കുട്ടിക്കും എത്ര പെർസെൻറ്റേജ് മാർക്ക് ടോട്ടൽ കിട്ടിയെന്ന് വേണം അറിയാനായിട്ട്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും കൂടെയുള്ള ടോട്ടൽ മാക്സിമം സ്കോർ എന്ന് പറഞ്ഞാൽ 1000 വേണം. പിന്നെ ഓരോ കുട്ടിക്കും കിട്ടിയിരിക്കുന്ന മാർക്ക് ഡിവൈഡഡ് ബൈ 1000 × 100 ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. അത് 60% കൂടുതലാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് ഡിവിഷൻ ഉണ്ട്. ഇനി അതല്ല കുറവാണെങ്കിൽ ഫസ്റ്റ് ഡിവിഷൻ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം എയുടെ എടുക്കാം. A = എയുടെ ടോട്ടൽ എന്ന് പറയുന്നത് 580 ആണ്. എല്ലാ സബ്ജക്റ്റിനും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ 580 ഡിവൈഡ് ബൈ 1000 × 100 = 58 എന്ന് കിട്ടും. അപ്പം എ വരത്തില്ല, 60% താഴെയാണ്. ഇനി ബി നോക്കാം. B = ബിയുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 648 ആണ്. എല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ 648 ഡിവൈഡ് ബൈ 1000 × 100 = 64.8 എന്ന് കിട്ടും. അപ്പോൾ അത് 60% മുകളിലാണ്. ഇവിടെ നമുക്ക് എളുപ്പമാണ്. 1000-ന് 3 0 ഉണ്ട്, 100-ന് 2 0 ഉണ്ട്. അപ്പം 1000-ന് 2 0, 100-ന്റെ 2 0 വെട്ടിപ്പോയി. പിന്നെ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി, നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനി സിയുടെ നമുക്ക് നോക്കാം. C = 638 ആണ് ടോട്ടൽ വരുന്നത്. ഡിവൈഡ് ബൈ 1000 × 100 = 63.8 എന്ന് വരും. ഇനി ഡിയുടെ നോക്കാം. ഡിയുടെ ടോട്ടൽ 666 ആണ്. 666 ഡിവൈഡ് ബൈ 1000 × 100 = 66.6 എന്ന് വരും. അപ്പോൾ സിയും ഫസ്റ്റ് ഡിവിഷനുണ്ട്. ഇനി ഇയുടെ നോക്കാം. 618 ഡിവൈഡ് ബൈ 1000 × 100 = 61.8 എന്ന് കിട്ടും. അതും 60% മുകളിലാണ്. ഇനി എഫിൻ്റെ 542 ആണ്. കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് കിട്ടില്ല. അത് 542 ഡിവൈഡ് ബൈ 1000 × 100 = 54.2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 60% മുകളിൽ വന്നിരിക്കുന്നത് 4 പേരാണ്. ബിയും സിയും ഡിയും ഇയും ഇങ്ങനെ 4 പേരാണ് 60% മുകളിൽ വന്നിരിക്കുന്ന. ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. ഇനി നമുക്ക് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മാർക്ക് സ്കോർഡ് ബൈ സ്റ്റുഡൻസ് ബി ആൻഡ് സ്റ്റുഡൻറ്റ് സി ടുഗദർ ഇൻ സബ്ജക്ട് S1 ഈസ് ഡാഷ് പെർസെൻറ്റേജ് മോർ ദാൻ ദ മാർക്ക് സ്കോർഡ് ബൈ സ്റ്റുഡൻറ്റ് എ ആൻഡ് സ്റ്റുഡൻറ്റ് ഡി ടുഗദർ ഇൻ ദ സെയിം സബ്ജക്റ്റ്. അതായത് ബിയും സിയും കൂടെ S1 സബ്ജക്റ്റിൽ കിട്ടിയ മാർക്ക് എയും ഡിയും കൂടെ S1 സബ്ജക്റ്റിൽ കിട്ടിയ മാർക്കിന് വെച്ച് നോക്കുമ്പോൾ എത്ര പെർസെൻറ്റേജ് കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 55, 45, 120, 155. അപ്പോൾ നമുക്ക് നോക്കാം. ബിക്കും സിക്കും കൂടെ കിട്ടിയിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് S1 സബ്ജക്റ്റിൽ 120 + 128 ആണ്. = 248 എന്ന് കിട്ടും. ഇനി എക്കും ഡിക്കും കൂടെ ടുഗദർ കിട്ടിയത് എക്ക് 76ഉം ഡിക്ക് 84ഉം, അപ്പോൾ 160 എന്ന് കിട്ടും. ഇനി നമുക്ക് എത്ര പെർസെൻറ്റേജ് കൂടുതലുണ്ടെന്നാണ് കാണേണ്ടത്. സോ 248 - 160 ഡിവൈഡഡ് ബൈ 160 × 100 = 84 ഡിവൈഡ് ബൈ 160 × 100 എന്ന് കിട്ടും. അതായത് 55 എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അതായത് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. അതായത് 55% കൂടുതൽ മാർക്കാണ് ബിക്കും സിക്കും കൂടെ കിട്ടിയിരിക്കുന്നത്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് ആണ്. First question, which of the following assessment types would require to carry out an activity or produce a product in order to demonstrate learning? അതായത് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും കാര്യം നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളിവിടെ ഏത് ടൈപ്പ് അസസ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ്,
പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്, സമ്മേറ്റീവ് അസസ്മെൻറ്റ്, പെർഫോമൻസ് അസസ്മെൻറ്റ്. ഇവിടെ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ 4 ആണ് വരുന്നത്. പെർഫോമൻസ് അസസ്മെൻ്റ് ആണ്. അതായത് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ, അതായത് നമ്മളിപ്പോൾ ഡാൻസ് പഠിച്ചു, അത് നമ്മൾ ഡാൻസ് കളിക്കുന്നു, അപ്പോൾ അവിടെയൊക്കെ വരുന്നത് പെർഫോമൻസ് അസസ്മെൻ്റ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്രൈറ്റീരിയാസ് കൊടുക്കും. എന്നിട്ട് നമ്മുടെ പെർഫോമൻസിനെയാണ് അവിടെ അസസ് ചെയ്യുന്നത്. ഫോർമേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂറിങ് ദ ടീച്ചിങ് ആൻഡ് ലേണിങ്. അതായത് നമുക്ക് എന്തോരം കാര്യങ്ങൾ അറിയാം, നമ്മുടെ ഒരു ലെവൽ എവിടെയാണ് നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് എന്തെങ്കിലും ഫർദർ ഡെവലപ്മെൻറ്റ് വേണോ എന്നൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നടത്തുന്നത്. ഇനി സബ്മേറ്റീവ് എന്ന് പറഞ്ഞാൽ അതായത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഒരു ടേമിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇയറിൻ്റെയോ ഒക്കെ നടത്തുന്ന അസസ്മെൻ്റാണ് സബ്മേറ്റീവ് അസസ്മെൻറ്റ്. അതായത് നമ്മുടെ പ്രൊഫഷൻസിക്ക് വേണ്ടിയിട്ട് അടുത്ത ക്ലാസ്സിലോട്ട് നമ്മൾക്കുടെ ആ ഒരു പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സബ്മേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ ഒരു രത്ന ചുരുക്കം അവിടെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്ത എന്ത് കാര്യമായിക്കോട്ടെ അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം നമ്മളവിടെ പോർട്ട്ഫോളിയോ ആക്കി സെറ്റ് ചെയ്തിട്ട് വെക്കുകയാണ് പോർട്ട്ഫോളിയോയിൽ ചെയ്യുന്നത്. എന്നിട്ട് അത് അസസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അവിടെ ഒരു ആക്ടിവിറ്റി വേണമെന്ന് അങ്ങനെയൊന്നുമില്ല. അവിടെ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാനുള്ള ടൈം കിട്ടി. നമ്മൾ പോർട്ട്ഫോളിയോ ചെയ്തിട്ട് അതിൻ്റെ അത് മെയിൻ എന്താണ് ചെയ്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് അസസ് ചെയ്യാണ് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റിൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പെർഫോമൻസ് അസസ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. എക്സ്ട്രിൻസിക് മോട്ടിവേഷനെ സംബന്ധിച്ചിടത്തോളം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് നോട്ട് റിലേറ്റഡ് ടു ദ ആക്ടിവിറ്റി ഇറ്റ് സെൽഫ്. ഇറ്റ് ഈസ് എ നാച്ചുറൽ ടെൻഡൻസി ടു സീക്ക് ഔട്ട് personal interest. It is the natural tendency to conquer challenges. It motivates to do something when we don't need to. അതായത് നമ്മളോട് ഇവിടെ എക്സ്ട്രിൻസിക് മോട്ടിവേഷനുമായിട്ട് സംബന്ധിച്ചിടത്തോളം ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അത് ചില ഫാക്ടേഴ്സിനെ വെച്ചിട്ടാണ്, ആക്ടിവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല. നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് സീക്ക് ഔട്ട് ചെയ്യാനായിട്ട് നടത്തുന്ന ഒരു നാച്ചുറൽ ടെൻഡൻസി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചലഞ്ചസുകളെ ഫേസ് ചെയ്യാനുള്ള ഒരു നാച്ചുറൽ ടെൻഡൻസി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാൻ താല്പര്യമില്ലാത്തതിനെ നമ്മൾ അത് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് നോട്ട് റിലേറ്റഡ് ടു ദ ആക്ടിവിറ്റി ഇറ്റ് സെൽഫ്. നമുക്ക് 2 ടൈപ്പ് മോട്ടിവേഷനുണ്ട്, ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു തോന്നലുണ്ട്, നമുക്ക് പഠിക്കണം, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കണം, എന്നാലും നമുക്ക് ജോലി കിട്ടുള്ളൂ എന്നുള്ളൊരു ചിന്തയുള്ളതുകൊണ്ട് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്നതിനാണ് നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇൻറ്റേർണൽ, അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ്. എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരാൾ നമുക്കൊരു മോട്ടിവേഷൻ തരുവാണ്. അതായത് നമ്മളോടിപ്പോൾ പറയുവാണ്, നീ പരീക്ഷയ്ക്ക് ഇത്ര ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ചു, നിനക്കൊരു സൈക്കിൾ വാങ്ങിച്ചു തരാം എന്ന് പറയുകയാണ്. അപ്പം നമ്മൾ ആ സൈക്കിളിന് വേണ്ടി നമ്മളവിടെ പഠിക്കുകയാണ്. അതായത് നമുക്ക് പരീക്ഷയ്ക്ക് ജയിക്കണം എന്നുള്ളതല്ല, അതായത് അതല്ല നമ്മുടെ പ്രൈം കൺസേൺ. നമുക്ക് സൈക്കിൾ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ കൺസേൺ എന്നുള്ളത്. അപ്പോൾ അതായത് ആ ഒരു ആക്ടിവിറ്റിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ പോകുന്നത്. നമുക്ക് ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ സെൽഫ് റെഗുലേഷൻ അതാണ് നല്ലത്. പക്ഷേ നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഇല്ലാത്തവരിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ കൊടുത്താണ് പിന്നീട് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആകത്തുള്ളൂ. അത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം ഭയങ്കരമായിട്ട്, അല്ലാണ്ട് അവർക്കത് ചിന്തിച്ച് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. അപ്പം നമ്മൾ അവർ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ആക്ടിവിറ്റിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ലാത്ത ഫാക്ടേഴ്സുമായിട്ട് ആണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ പോകുന്നത്. ക്വസ്റ്റ്യൻ, ഇത് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ലൈറ്റ് ഓഫ് കോഗ്നിറ്റീവ് ഡൊമൈൻ അറേഞ്ച് ദ ഫോളോയിങ് ക്ലാസ് റൂം ക്വസ്റ്റ്യൻസ് A to E ഇൻ ദ കറക്റ്റ് അസെൻഡിങ് ഓർഡർ. അതായത് കോഗ്നിറ്റീവ് ഡൊമൈനിലെ കോമ്പോണൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ്, ഇവാലുവേറ്റിംഗ്, അനലൈസിങ്, അപ്ലൈയിങ്, റിമെമ്പറിങ്. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 1 ആണ്. അതായത് റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനാലിസിസ്, ഇവാലുവേറ്റ്. അതായത് നമ്മൾ ആദ്യം ഓർക്കുന്നു, അതിനുശേഷം നമ്മളത് എന്താണെന്ന് മനസ്സിലാക്കുന്നു,
അതിനുശേഷം നമ്മളത് അപ്ലൈ ചെയ്യുന്നു. നമ്മൾ അപ്ലൈ ചെയ്ത കാര്യത്തെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇതാണ് കോഗ്നിറ്റീവ് ഡൊമൈനിൽ കോമ്പോണൻസിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതും ബ്ലൂംസ് ടാക്സോണമിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് അഫക്റ്റീവ് ഡൊമൈൻ? അഫക്റ്റീവ് ഡൊമൈൻ്റെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷോയിങ് സം ന്യൂ ബിഹേവിയർ ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ്, ആക്ടിങ് കൺസിസ്റ്റൻ്റ്ലി വിത്ത് ദ ന്യൂ വാല്യൂ, അറ്റൻഡിങ് ടു സംതിങ് ഇൻ ദ എൻവയോൺമെൻറ്റ്, ഷോയിങ് സം ഡിഫിനിറ്റ് ഇൻവോൾവ്മെൻറ്റ് ഓർ കമ്മിറ്റ്മെൻറ്റ്. അതായത് അഫക്റ്റീവ് ഡൊമൈൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ പുതിയൊരു ബിഹേവിയർ കാണിക്കുന്നു, ഒരു ന്യൂ വാല്യൂ അതിന് വേണ്ടി നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ളതിന് ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, നമ്മൾ അതിനോടൊരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻവോൾവ്മെൻറ്റ് നമ്മൾ അതിനോട് കാണിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് ഇതെല്ലാം അഫക്റ്റീവ് ഡൊമൈൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 3 ഡൊമൈനാണുള്ളത്: കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ. കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത്, ഇൻ്റലിജൻസ്. ഇനി അഫക്റ്റീവ് ഡൊമൈനിലോട്ട് വരുമ്പോൾ അത് ഇമോഷൻസിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ മൂവ്മെൻറ്റ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അഫക്റ്റീവ് ഡൊമൈൻ ഇമോഷൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ഒരു ന്യൂ ബിഹേവിയർ കാണിക്കുന്നുണ്ട്, ഒരു ന്യൂ വാല്യൂസ് അക്യൂർ ചെയ്യാനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ടുള്ളതിനോട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് നടക്കുന്ന കാര്യങ്ങളോട്. അതുപോലെ തന്നെ നമ്മളെ ഒരു കമ്മിറ്റ്മെൻറ്റും ഓരോ കാര്യത്തിനോടും കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. അത് കോഗ്നിറ്റീവ് ഡൊമൈൻ ലെവലുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഇപ്പം നോക്കിയ 3 എണ്ണം ഈ ഒരു ഡൊമൈൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇവാലുവേഷൻ, നോളജ്, അനാലിസിസ്, ആപ്ലിക്കേഷൻ എന്നിവയാണ് തന്നിരിക്കുന്നത്. ഡിഫൈൻ, അപ്രൈസ്, ഡിസ്റ്റിങ്ക്വിഷ്, ഡെമോൺസ്ട്രേറ്റ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. അതായത് നമുക്ക് നോളജ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് നമുക്ക് ആ കാര്യത്തെപ്പറ്റി അറിവുണ്ടെങ്കിലാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അനാലിസിസ് അതായത് അനാലിസിസിലൂടെയാണ് നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് നമ്മളൊരു കാര്യത്തെപ്പറ്റി അനലൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അകത്ത് കാര്യങ്ങൾ വേർതിരിച്ച് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമ്മളവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പെർഫോമൻസ് ചെയ്യുകയാണ് ഡെമോൺസ്ട്രേഷൻ. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളത് പ്രവർത്തിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഡെമോൺസ്ട്രേഷനാണ് വരുന്നത്. ഇനി ഇവാലുവേഷനിലൂടെയാണ് നമ്മൾ അപ്രൈസ് ചെയ്യുന്നത്. അതായത് അപ്രൈസൽ നടത്തുന്നത് ഇവാലുവേഷനിലാണ്. സോ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സും അനലൈസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്